എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്ന സരയുടെ കൊച്ചിന്റെ ചോറൂണും കാര്യങ്ങളും അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ കല്യാണി ആ രഹസ്യങ്ങളൊക്കെ തിരിച്ചറിയുവാണ് കാർത്തികനെ കുറിച്ചുള്ള അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ അവസാനം കല്യാണിയും കിരണും കൂടെ വീട്ടിലേക്ക് പോകണം. പോകുന്ന സമയത്താണ് കല്യാണിയോട് കിരണ സത്യങ്ങളൊക്കെ തുറന്ന് പറയണേ. കാർത്തിക ലക്ഷ്മി അമ്മ അകപ്പെട്ടിരിക്കുന്ന ആ വലിയ ചതിക്കുഴിയെ കുറിച്ച്, അവർക്ക് വന്നു ഭവിക്കാൻ പോകുന്ന ആ ദുരന്തത്തെ കുറിച്ചെല്ലാം പറയാണ്. കാരണം കാർത്തികയുടെ ഏട്ടൻ ഗംഗാപ്രസാദ് അവനൊരു കൊടും ക്രിമിനലാണ്. ഏത് നിമിഷം വേണം ഇങ്ങോട്ടേക്ക് വരാം. വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും കാർത്തികേനെ ലക്ഷ്മി അമ്മേനെ ഇല്ലാതാക്കാൻ പോലും മടിക്കില്ല. സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടാ അവനെ കുറ്റങ്ങളൊക്കെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കണേ എന്നൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി ചോദിച്ചു, ഇനിയിപ്പോ എന്ത് ചെയ്യും കിരണേട്ടാന്ന് ചോദിക്കാം. അവരെ നമുക്ക് രക്ഷിക്കേണ്ടതെന്ന് ചോദിക്കാം. പിന്നെ രക്ഷിക്കണ്ടേന്നോ? ഒരു കാരണവശാലും ആ ഗംഗാപ്രസാദിനെ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. അവൻ വന്നു കഴിയുമ്പോഴത്തേനും എങ്ങനെ അവരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണം. ഇതെങ്ങാനും ആ പ്രകാശനും വിക്രവും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശനും വിക്രവും അവരോടൊപ്പം ചേരത്തുള്ളൂ. എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുക. കാർത്തികയോടും അല്ലെങ്കിൽ തന്നെ നമ്മളോട് ശത്രുത മൂത്ത് നടക്കുമല്ലേ പ്രകാശനും വിക്രമും. അങ്ങനെ അപ്പം ഈ ഒരു ശത്രുവും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വെറുതെ ഇരിക്കില്ലല്ലോ. അവൻ ഗംഗാപ്രസാദിനോടൊപ്പം പ്രകാശും വിക്രവും കൂടത്തോ ഉള്ളെന്നൊക്കെ കിരൺ പറയുവാണ്. പിന്നീട് കല്യാണം പറഞ്ഞ തൽക്കാലത്തേക്ക് ഇത് അമ്മയോടൊന്നും പറയണ്ട. അമ്മയോടൊക്കെ പറയാൻ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും. കാരണം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ടെൻഷൻ കൂടത്തോളെന്ന് പറയാം. അത് ശരിയാന്നൊക്കെ പറയാണ്. ഈ സമയം സരിയു വിക്രത്തിന്റെ കോളറിന് കുത്തിപ്പിടിച്ച്, സത്യം പറയടാ, നീ എന്തൊക്കെ ചതിയടാ ചെയ്ത് കൂട്ടിയേ എന്നൊക്കെ പറയണം. ഇത്രയും കാലം നിന്നെ ഞാൻ വിശ്വസിച്ചു, എന്നിട്ടോ നീ ഇന്നല്ലെങ്കിൽ നാളെ ആ കിരണിനെ ഇല്ലാതാക്കാന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്ത് പരിപാടിയടാ കാണിച്ചെന്നൊക്കെ ചോദിക്കുക. അത് പിന്നെ സരിയു, ഞാൻ പറഞ്ഞല്ലോ എന്റെ നിവൃത്തികേട് കൊണ്ടാ, എനിക്ക് വേറൊരു നിവൃത്തിയില്ലാതെ വന്നു. ഞാൻ അയച്ച അവന്മാര് കിരണിനെ പൊക്കിയതാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം. വേണ്ട വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നീ ആ കിരണിനെ തീർക്കുന്ന. എന്റെ പ്രതീക്ഷയെല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലോടാന്ന് പറയണം. ഒരു തവണത്തേക്കൂടെ ചാൻസ് ആ, എനിക്ക് എന്തെങ്കിലും ഒരു അവസരം ഒത്തു കിട്ടും. ആ സമയത്ത് ഞാൻ അവനെ അങ്ങോട്ട് തീർത്തേക്കാന്ന് പറയണം. നിനക്ക് ഒരവസരമല്ല 9 അവസരം തന്നു, എന്നിട്ട് നിനക്ക് ഇതുവരെയായിട്ടും തീർക്കാൻ പറ്റിയില്ലെന്ന് ചോദിക്കാം. ഇങ്ങനെ പറയല്ലേ സരിയു, ഞാൻ പറഞ്ഞല്ലോ എന്റെ അവസ്ഥ. അവനെ നേരം വണ്ണം എന്താണെങ്കിലും തീർക്കാനായിട്ട് പറ്റില്ല. അവനെ തീർക്കണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, തന്ത്രം പ്രയോഗിച്ചാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയണം. ആ, എന്താണേലും കുഴപ്പമില്ല. ഈ ആദ്യം വൈകാതെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. അല്ലെങ്കിൽ അറിയാലോ, നിനക്ക് എത്ര രൂപ തന്നേക്കുന്ന മറിയാക്കി പണം മൊത്തം തിരിച്ചു കണ്ട വരുമെന്ന് പറയണം. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ എന്ന് പറയണം. അങ്ങനെ കയ്യാക്കാല വീണ് വിക്രം അവിടുന്ന് രക്ഷപ്പെടുവാണ്. പിന്നീട് വിക്രം നേരെ പ്രകാശിന്റെ ഇതിലേക്ക് ചെല്ലുവാണ്. പ്രകാശിനോട് ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ, ആ സരി ഒരു സമാധാനം തരുന്നില്ല. ആ കിരണിനെ എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞോണ്ടാ. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേടാ ആള് തരികിടയാന്നുള്ള കാര്യം. അവളൊരു പെണ്ണിന്റെ കൂട്ടത്തിൽ പെടുത്താൻ പോലും പറ്റില്ല. കാരണം അവൾ അത്രയ്ക്ക് ദുഷ്ടയാണ്. നമ്മൾ ചെയ്യുന്നേക്കാളും വലിയ ദുഷ്ടത്തരൊക്കെ അവൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അവള് പറയുന്ന പോലെ ചെയ്തു കൂട്ടിയില്ലെങ്കിൽ നമുക്കിവിടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല. പിന്നെ പോരാത്തിന് നീ കുറെ പൈസയും കടം വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ പൈസക്കുള്ള പണി ചെയ്തില്ലെന്ന് പറഞ്ഞ പിന്നെ അവള് വെറുതെ ഇരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ നീക്ക? ഇനിയിപ്പൊ എന്ത് ചെയ്യണോ അച്ഛാ? ഞാൻ പറഞ്ഞല്ലോ, തന്ത്രത്തിലൂടെ മാത്രമേ നമുക്ക് വീഴിക്കാനായിട്ട് സാധിക്കുള്ളൂ. തന്ത്രം അതാണ് വേണ്ടത്. തന്ത്രം എന്ത് തന്ത്രം പ്രയോഗിക്കാനായിട്ടാ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മേനെ കയ്യിലെടുത്താലെന്ന് ചോദിക്കാം. ബെസ്റ്റ്. അമ്മൂമ്മ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നാലും മതി. അമ്മൂമ്മേനെ നമ്മളെ 7 അയലക്ക് തടിപ്പിക്കുമെന്ന് ചോദിക്കും. എടാ മോനെ, ഇനി ഞാൻ നോക്കിയിട്ട് വേറൊരു നിവൃത്തിയും കാണുന്നില്ല. അല്ലാതെ പിന്നെ എങ്ങനെയാ ഈ കിരണിനെയും കല്യാണിയൊക്കെ വീഴിക്കുന്നേ? കല്യാണി വീഴിക്കാൻ ഒരു നിർവാഹമില്ല. കഴിഞ്ഞ തവണ അമ്മേനെ വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിയതാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം നമ്മൾ നേർക്ക് നേരെ ഒന്ന് പോരാട്ടം നടത്തിയാൽ രക്ഷപ്പെടത്തില്ല. ചതിയിലൂടെയും തന്ത്രത്തിലൂടെയും വേണം നമുക്ക് ആ കിരണിനെയും കല്യാണിയും വീഴ്ത്താനെന്ന് പറയണം. പിന്നീട് പ്രകാശൻ രണ്ടും കൽപ്പിച്ച് ഭാനുമതി അമ്മേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി അമ്മ വെച്ചു, എന്തിനാടാ നീ വന്നേ? നാണമുണ്ട്, നീ വീണ്ടും വരുവാടാ. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ നീ എന്താ പറഞ്ഞേ? കല്യാണി മോളെ കിരൺ മോനെയൊക്കെ ഇല്ലാതാക്കുന്നൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്തായടാന്ന് ചോദിക്കാം. അമ്മേ, അതൊക്കെ എനിക്കൊരു അബദ്ധം പറ്റി പോയതാന്ന് പറയണം. ഇപ്പോഴെനിക്ക് മനസ്സിലായത്. വേണ്ട പ്രകാശ, നീ കൂടുതൽ കിടന്ന് അഭിനയിക്കൊന്നും വേണ്ടെന്ന് പറയാം. അല്ലമ്മേ, സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ തെറ്റെന്താന്ന്. ഞാൻ അങ്ങനെയൊന്നും പറയാനും ചെയ്യാനും പാടില്ലായിരുന്നു. ഒരു പക്ഷെ ഞാനൊരു കൊടും ക്രൂരത അവരോട് കാണിക്കാനായിട്ട് പോയത്. ഇപ്പോഴെനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ തെറ്റുകളൊക്കെ ബോധ്യപ്പെടുന്നേ പറയണം.
ഒരു പക്ഷേങ്കിൽ അമ്മയ്ക്ക് വരെ മാറ്റമുണ്ടായി, എന്നിട്ട് പോലും എനിക്കൊരു മാറ്റം ഉണ്ടാകാൻ സാധിച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരിക്കലും നമുക്ക് ഗതി പിടിക്കില്ലെന്നുള്ള കാര്യം. അതുകൊണ്ടാ എനിക്ക് എന്തായാലും നല്ല മാറ്റം ഉണ്ടമ്മേന്ന് പറയാം. ഇത് കേട്ടപ്പം ഭാനുമതിയമ്മ പറഞ്ഞു, എടാ പ്രകാശ, നിന്റെ ഈ മാറ്റം കണ്ട് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കണല്ലേ? അമ്മ വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചില്ലെങ്കിലും ശരി അമ്മയുടെ മോനെ പറയണേ എന്നും പറഞ്ഞിട്ട് ഭാനുമതിയമ്മയുടെ കാലിലേക്ക് അങ്ങോട്ട് വീഴുവാണ്. എന്നോട് പൊറുക്കണമേ, ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെ എന്നോട് പൊറുക്കണം. ഇനി ആ കിരണിന്റെയും കല്യാണിന്റെ കാല് പിടിച്ച് വേണമെങ്കിൽ ഞാൻ മാപ്പ് പറയാം, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യാനായിട്ട് പോകുന്നില്ല. അറിയാലോ, ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്ത് ജീവിക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ ആരുടെയും പ്രാക്ക് മേടിച്ച് കെട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ലെന്നൊക്കെ പറയാം. അല്ല എന്തിയാ നിന്റെ മോൻ എന്തിയാ? ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാം. അമ്മയുടെ മുന്നിലേക്ക് വരാൻ പോലും ഒരു പേടിയാ. അവനും മനസ്സിലായി ഇപ്പൊ കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അനുകൂലമല്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് അവനും മാറാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാം. മാറുവാണെ നിനക്കൊക്കെ ഉള്ള, അല്ലെങ്കിലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ എന്നൊക്കെ ഭാനുമതിയമ്മ പറയാം. ഒരു കാരണവശാലും അവരെ തോൽപ്പിക്കാനായിട്ട് നിനക്കൊന്നും സാധിക്കില്ലടാന്നൊക്കെ പറയണം. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, എനിക്ക് ആരെയും തോൽപ്പിക്കണം എന്നില്ലമ്മേ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടായി മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭാനുമതിയമ്മേനെ സോപ്പിടുകയാണ്. ഭാനുമതിയമ്മ അത്ര ഫുള്ളായിട്ടത് വിശ്വസിച്ചില്ല. കാരണം ഭാനുമതിയമ്മയ്ക്ക് അറിയാം തന്റെ മകൻ പ്രകാശനല്ലേ, അവൻ പെട്ടെന്നൊന്നും മാറത്തില്ല. അങ്ങനെ മാറണമെങ്കിൽ അതിന് തക്കതായ അവന് തിരിച്ചടി കിട്ടണം. അതിന് തക്കതായ തിരിച്ചടി ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ പറയാനും പറ്റില്ല, മനുഷ്യന്റെ സ്വഭാവമല്ലേ, എപ്പോഴും ഏത് സമയത്താ മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഭാനുമതിയമ്മയും ചിന്തിക്കുന്നുണ്ട്. പിന്നീട് സരയു വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിലേക്ക് നീയുമ്പത്തേനും ശാരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശാരി വെച്ച്, എന്താ മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? ആ എന്താ എന്റെ മുഖം എപ്പോഴും ഭയങ്കര ചിരിച്ചിരിക്കണം? നിങ്ങളെയൊക്കെ എന്ന് കണി കണ്ടോ അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം എന്ന് പറയാ. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ? ഒന്നുമല്ലേലും ഞാൻ നിന്റെ അമ്മയല്ലേന്ന് ചോദിക്കും. അമ്മയാണ് പോലും, അമ്മയാന്ന് പറഞ്ഞോണ്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് പറയണ. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടെ കൂടിയിട്ട് ചെയ്ത ചതിയുടെ ബലം എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് പറയാ. ചതിയുടെ ബലമോ? എന്തൊക്കെയാ? ഞാൻ ആ കിരണിന്റെ കല്യാണിന്റെ കാര്യം പറയണേ. ഓ, ആ കിരണിനെ ഇല്ലാതാക്കാന്നോർത്തിരുന്ന ആ പ്രതീക്ഷ എന്റെ പോയെന്ന് പറയണേ. പിന്നീട് അങ്ങോട്ട് ചെന്നിട്ട് അകത്തേക്ക് എന്നിട്ട് ആ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന കേക്കെല്ലാം എടുത്ത് ഒറ്റ ഏറെറിയുവാണ്. എന്താ മോളെ നീ കാണിക്കണേ നിൽക്കും. ഇത് ഞാൻ കേക്ക് കട്ട് ചെയ്ത് സന്തോഷത്തോടെ കട്ട് ചെയ്യാന്ന് ഓർത്തിരുന്ന എന്റെ സന്തോഷം എല്ലാം പോയെന്നൊക്കെ പറയണ. അപ്പോഴേക്കും മനോഹർ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്താ സരയു നീ എന്താ കാണിക്കണേന്ന് ചോദിക്കണം. പിന്നല്ലാതെ എന്റെ പ്രതീക്ഷകളൊക്കെ പോയി മനുവേട്ടാ, ഞാൻ ആകെപ്പാടെ തകർന്നു പോയി. എല്ലാത്തിനും നശിപ്പിക്കാന്ന് കരുതിയിരുന്ന, പക്ഷെ ഒന്നും നടന്നില്ല എന്ന് പറയണ. മോളെ നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഒന്നുമില്ലല്ലേ മനുവേട്ടൻ നിന്റെ കൂടെ ഇല്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടത് രാഹുലിനും ശാരിക്കും നല്ല ദേഷ്യം വന്നു. രാഹുലിനും നീ കൂടെ ഉള്ളതാടാ അവളുടെ ഏറ്റവും വലിയ കഷ്ടമാണെന്ന് പറയാം. ഇത് കേട്ടും സരിയ പറഞ്ഞു, ദേ അച്ഛനാന്നും നോക്കില്ല, ഒരു കത്തി എടുത്തിയാൽ കുത്തി ഇറക്കും അങ്ങോട്ട്. സഹിക്കുന്നതിന് ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട്. എത്രയെന്ന് വെച്ചാൽ മനുഷ്യൻ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് വന്നേ, നിങ്ങൾക്ക് നാണം ഉണ്ടോന്ന് ചോദിക്കുവാണ്. വന്നിരിക്കുന്നു പറയാണ്. പിന്നീട് മനോഹർ പറഞ്ഞു, മോളെ വാ, മോൾ ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് പോവാണ്. പിന്നീട് പറഞ്ഞു, മോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് എന്താ കാര്യം ഇരിക്കുന്നേ? ദേ വേണ്ടാത്ത പണിക്കൊന്നും പോലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നമ്മളിനി അമേരിക്കയിൽ പോയി സുഖമായിട്ട് ജീവിക്കേണ്ടല്ലേ? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നേ? എത്രയും പെട്ടെന്ന് നമുക്ക് അമേരിക്കയ്ക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് മോളുടെ കാര്യം ചെയ്യണം. ഇപ്പൊ സ്വത്തൊന്നും ഇനിയിപ്പോ വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല. മോളുടെ സ്വത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ മോളുടെ സ്വർണ്ണമൊക്കെ അല്ലേ ഉള്ളതിരിപ്പ്. ബാക്കിയത്തെ കാര്യത്തിൽ തീരുമാനമല്ലോ. ആ സ്വർണ്ണമൊക്കെ വിറ്റ് നമുക്ക് എത്രയും പെട്ടെന്ന് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇടാം. നമുക്ക് ഇവിടുന്ന് പോവാം. ഈ നരകത്ത് നിന്നതിന് ശരിയാകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ സരയ പറഞ്ഞു, അത് ശരിയാ മനുവേട്ടാ, മനുവേട്ടൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ മതി. ഞാൻ ഏത് സമയം വല്ലതും വരാൻ തയ്യാറാ, എനിക്ക് എന്തിനു തയ്യാറാന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോ മനോഹർ പറഞ്ഞു, മോളു അധികം വൈകാതെ തന്നെ നമുക്ക് പോയേക്കാം എന്നൊക്കെ പറയാണ്. പിന്നീട് കാണുന്നേ അങ്ങനെ കാത്തിരുന്ന ആ ദിവസം വന്നെത്തുവാണ്. സരയുവിന്റെ കൊച്ചിന്റെ ചോറൂണ്. അപ്പൊ ചോറൂണിന് വേണ്ടിട്ട് പോകാനായിട്ട് റെഡിയാവുകയാണ്. ഈ സമയത്ത് മനോഹർ വന്നിട്ട് പറഞ്ഞു, മോളു ചോറൂണയ്ക്കാ, പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്. ഇനി എങ്ങാനും അവിടെ അപ്പുറത്തെ ആ സ്ത്രീ വരുമോന്ന് ചോദിക്കണം മോളുവിന്റെ അമ്മ. അവരെങ്ങാനും അവിടെ വന്നിട്ടുണ്ടേ ഉണ്ടല്ലോ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാണ്. ഞാൻ അവരെ വലിച്ചു കീറുമെന്ന് പറയണം. അങ്ങനെയൊന്നും പറയല്ലേ മോളു. എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പോലും മോളു അധികം ദേഷ്യപ്പെടാനൊന്നും പോകണ്ട കേട്ടോ. അറിയാലോ അവര് മോളുവിന്റെ അമ്മയാന്നുള്ള കാര്യം നമുക്കറിയാം. ഈ പറയുന്ന ബാക്കി ആർക്കും അറിയത്തില്ല നമ്മൾ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ചൊരു സീനൊന്നും ക്രിയേറ്റ് ചെയ്യരുത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു പിടിച്ചുവെപ്പ് ഉണ്ടാകത്തില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പോ സരയ പറഞ്ഞു, ഞാൻ ആലോചിക്കട്ടെ. അവരെനിക്ക് കാണുന്ന എന്നെ ദേഷ്യവും അറപ്പുവാന്ന് പറയണം. എന്റെ കൺമുന്നിലേക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുമെന്നൊക്കെ പറയണം. അങ്ങനെ ചോറ് കൊടുക്കുക എന്നുള്ള കാര്യം രൂപയോട് പറഞ്ഞു. രൂപ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരുവുള്ളൂ എന്നൊക്കെ പറയണം. അതെന്താ ആന്റിക്ക് എന്നെ വരാൻ പറ്റില്ല, എന്റെ കൊച്ചിന് ചോറ് കൊടുക്കില്ല, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ്. പിന്നീട് ഈ കാര്യം കല്യാണിയോടും കിരണിനോടും ഒക്കെ പറയാണ്
സരയുവിന്റെ കൊച്ചിന്റെ ചോറ് കൊടുക്കാന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിന് കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് താരാന്റെയും പോലോ എന്ന് പറയണം. താര എന്നിട്ടുണ്ടെങ്കിൽ അവള് സമ്മതിക്കും തോന്നുന്നുണ്ടോ? ചെല്ലട്ടെ, അവൾ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാലെന്ന് പറയണം. പിന്നീട് താരയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ താര പറഞ്ഞു, എനിക്ക് പോണം, എനിക്ക് കാണണം, എന്റെ കൊച്ചുമാളുടെ ചോറൂണല്ല എന്ന് ചോദിക്കണേ. കിരൺ പറഞ്ഞു, ആന്റി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വഭാവം അറിയാലോ, എന്നാലും കുഴപ്പമില്ല, എനിക്ക് കാണണം, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് പറയാം. കിരൺ പറഞ്ഞു, അങ്ങനെയാണ് ആന്റിനെ തന്നെ വിടുന്നില്ല, ആന്റിനെ തന്നെ വിട്ടാൽ ശരിയാകത്തില്ല, കാരണം അവൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് തലതല്ലി പൊളിച്ചവളാണ്, അത് മാത്രമല്ല ആന്റിനെ കൊല്ലാനായിട്ട് നടക്കുന്നവളാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവള് വെറുതെ ഇരിക്കത്തില്ല. അപ്പൊ അവൾ എന്തെങ്കിലും കടുകൈ ചെയ്തിട്ടുണ്ടെങ്കിലോ പിന്നെ ആർക്കാ പോന്നേ? ഞങ്ങൾക്കും ആന്റിക്കേ പോകത്തുള്ളൂ, അവൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. അതുകൊണ്ട് ആന്റിയുടെ ഞങ്ങളും വരാന്ന് പറയണം. അങ്ങനെ രാവിലെ തന്നെ സരയും മനോഹറും രാഹുലും അവരൊക്കെ ചോറ് കൊടുക്കാനായിട്ട് അങ്ങോട്ട് പോകണം. രാഹുലും ശാരിക്കും ഭയങ്കര ദേഷ്യമായിരുന്നു, കാരണം ഇവന്റെ കുഞ്ഞിനാണല്ലോ, പാമ്പിന്റെ കുഞ്ഞിന് പാൽ കിട്ടാൻ പോകുന്ന പോലെ ആണല്ലോ എന്നൊരു ചിന്തയാ രാഹുലിന്റെ മനസ്സിലുണ്ടായിരുന്നേ. ഇവനെ പോലെ ഒരു കുഞ്ഞ്, ഇവന്റെ കുഞ്ഞിന് ചോറ് കൊടുക്കേണ്ട ഒരു ഗതികേട് തനിക്ക് വന്നല്ലോ. അധികം വൈകാതെ തന്നെ കണ്ടു, ഇവളെ ഇവിടെ നിന്ന് അടർത്തി മാറ്റണം, ഇവനും കുഞ്ഞുകൂടെ എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, തന്റെ മോളെ തനിക്ക് രക്ഷിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചാണ് രാഹുൽ പോകുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്നു ചോറ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നത്. കാറിനകത്തുനിന്ന് താരയും കല്യാണിയും കിരണും ഒക്കെ ഇറങ്ങുവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സരുവിന്റെ മുഖം അങ്ങോട്ട് ദേഷ്യം കൊണ്ട് ചുമന്നു. സരുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും മനോഹർ പറഞ്ഞു, ഇതേ മോള് തെങ്ങുന്നേക്ക് ആരാ പറ്റണേന്ന് നോക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി താരയ്ക്കല്ല സരുവിന്. സരു പറഞ്ഞു, വരുന്നുണ്ട്, എന്തിനാ മനുവേട്ട ഇവറ്റങ്ങളങ്ങ് എഴുന്നള്ളുന്നേ? എനിക്കാണ് ഇവിടുന്ന് എഴുന്നേറ്റ് ചെന്ന് അവരുടെ കാരണം നിർത്തി രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നുന്നു. മോളു ഇപ്പൊ നീ ഒന്നും ചെയ്യണ്ട കേട്ടോ എന്ന് പറയാണ്. അപ്പോഴേക്കും രാഹുലും ശാരിയും കണ്ടത്. പെട്ടെന്ന് ശാരി പറഞ്ഞു, ഇവരെന്തിനാ ഇപ്പോഴും ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കാം. രാഹുലിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? രാഹുലൊന്നും മിണ്ടാതെ നിൽക്കുവാണ്. എന്ത് ചെയ്യാനെന്ന് പറ, എന്റെ തലവലി അല്ലാതെ എന്താ ചെയ്യാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശാരി നിൽക്കുക. ശാരിക്കും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്തേന് കിരണിനെ നോക്കിയിട്ട് രാഹുലോട്, ആഹാ നീ വന്നോ മോനെന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയം കിരൺ പറഞ്ഞു, വരാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്കിളെ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം. അങ്ങനെ ചോറ് കൊടുക്കാനായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പം മനോഹറിന്റെ മടിയിലെത്തിയാ ചോറ് കൊടുക്കണേ. അങ്ങനെ മനോഹർ ചോറ് കൊടുക്കുകയാണ്. ചോറ് കൊടുത്തു കഴിഞ്ഞത്തിന് പിന്നെ സരയു കൊടുക്കുകയാണ്. രാഹുൽ കൊടുത്തു കഴിഞ്ഞ് ശാരിയും കൊടുത്തു കഴിയുമ്പോഴത്തേനും താരയ്ക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം. താര പറഞ്ഞു, എനിക്ക് കൊടുക്കണമെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, അതിനെന്താ ആന്റി, ആന്റി ധൈര്യമായിട്ട് പോയി കൊടുത്തോളാൻ പറയണം. അല്ല അത് പിന്നെ മോനെ ആരും ഒന്നും പറയുന്നില്ല. പിന്നീട് മനോഹറിന് പറഞ്ഞു, എടാ ആ കുഞ്ഞിനെ താരാൻ്റെ ഇടയിലേക്ക് കൊടുക്കാൻ പറയണം. ഒരു നിമിഷം മനോഹർ സരുവിനെ നോക്കണം. സരുവിനെ അടിമുടി പെരുത്ത് കയറി, പക്ഷെ ഒന്നും പറയാനായിട്ട് പറ്റില്ല. പിന്നീട് കുഞ്ഞിനെ താരയുടെ കയ്യിലേക്ക് എടുത്തു. പിന്നീട് പറഞ്ഞു, താരന്റെ ചോറ് വാരി കൊടുക്കാൻ പറയാണ്. അങ്ങനെ താര ചോറ് കൊടുക്കണം. താര ചോറ് കൊടുക്കുന്നുണ്ടപ്പോഴത്തേനും സരു ഇങ്ങനെ കട്ടക്കലിപ്പോടെ ഇരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. ഇട്ടോണ്ടും വരാ എടുത്തോണ്ടും വരാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇനിയിപ്പൊ ആ ഒരു പ്രതികാരം കൂടെ ഉണ്ടായിരിക്കും സരുവിന്റെ മനസ്സിൽ. തന്റെ കുഞ്ഞിന് താര ചോറ് കൊടുത്തെന്നുള്ള ആ ഒരു പ്രതികാരം അത് വീട്ടാനായിട്ട് ഇനിയിപ്പം നടപടിയായിട്ട് അല്ലെങ്കിൽ അടുത്ത ക്രൂരതയായിട്ട് അവൾ ഇറങ്ങും. പക്ഷെ അവൾ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഇനി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന ഗംഗാപ്രസാദിന്റെ വരവാണ്. ഗംഗാപ്രസാദ് വരും. ഗംഗാപ്രസാദ് വന്ന് കാർത്തികേനെ ലക്ഷ്മിയമ്മേനെയും ഇല്ലാതാക്കാണ്ട് ശ്രമിക്കും. ആ സമയത്ത് കിരണും ചന്ദ്രസേനന്റെ ആൾക്കാരും എല്ലാം അവനെ അങ്ങനെ ശരിപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങൾ കൂടി അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നേ. ഇനിയിപ്പോൾ കിരണും ഗംഗാപ്രസാദും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരിക്കും ഇനി വരുന്ന ആഴ്ചകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ ഒപ്പം തന്നെ പ്രകാശനും വിക്രവും ചിലപ്പോൾ ചേരും. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ കണക്ക് ഗംഗാപ്രസാദിനോടൊപ്പം ചേർന്ന കാർത്തികേനെയൊക്കെ ഇല്ലാതാക്കാന്നൊരു വിചാരം അവന്റെ മനസ്സിലേക്ക് വരും. പോരാത്തിന്റെ കല്യാണിയും കിരണും ശത്രുവായിട്ട് മാറുകയും ചെയ്യും ഗംഗാപ്രസാദിന്റെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.